നമസ്തേ ടു ഓൾ, മാസ്റ്റർ ആദിഷ് ഹിയർ. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയി. നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ആകർഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങളെല്ലാവരും കാണുക. ധാരാളം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അവസാന ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു റിലേഷൻഷിപ്പും ഹീൽ ചെയ്യാൻ സാധിക്കും. മേ ബി നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നമ്മളിൽ നിന്നും അകന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയൊക്കെയോ അത് നമ്മളിൽ നിന്നും ഇല്ലാതെയായപ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. 2 ടെക്നിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കാണ്. ഈ സ്ക്രിപ്റ്റിംഗ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെയോ രാത്രി കിടക്കുന്നതിന് മുൻപോ ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരിക്കും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടേതായിട്ടുള്ള കഴിവുകളുണ്ടായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന നന്മകളുണ്ടായിരിക്കാം, നിങ്ങളുടെ നല്ല സ്വഭാവത്തിൻ്റെ ചില ഗുണങ്ങളുണ്ടായിരിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് ധാരാളം ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇതിനെയെല്ലാം കുറിച്ച് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റിംഗ് ചെയ്യണം. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കുറച്ച് കാരണങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ കഴിവുകളാവാം, സ്കില്ലുകളാവാം, നിങ്ങളുടെ ബ്യൂട്ടി ആവാം. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പാടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സംസാരിക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ, നല്ല ലിസണിങ് സ്കില്ലുണ്ടെങ്കിൽ അത് എഴുതാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും കളികൾ അറിയുമെങ്കിൽ, ഇപ്പോൾ ഫുട്ബോൾ, അതല്ലെങ്കിൽ പിയാനോ വായിക്കുന്നത്, ചെസ്സ് കളിക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലും അറിയുമെങ്കിൽ അത് എഴുതാം. അതുപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് എഴുതാം. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മയെക്കുറിച്ച് എഴുതാം. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. മേ ബി ചിലപ്പോൾ കുറച്ച് സെൻറ്റൻസുകളെ ആദ്യത്തെ ദിവസം കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ ദിവസം ഒന്നുകൂടി ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ട് എഴുതുക. ഇത് തുടർച്ചയായിട്ട് ഒരു 21 ദിവസം എഴുതണം എന്നാണ് പറയുന്നത്. ഒരു ദിവസം എഴുതിയത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റും നമ്മുടെ ആ ഒരു ഹാർട്ടും അതുപോലെ ആകത്തില്ല. അതുകൊണ്ട് 21 ദിവസം തുടർച്ചയായിട്ട് എഴുതണം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നോണം ഞാൻ ഒരു ആക്ടിവിറ്റി കൂടി പറയുന്നുണ്ട്, അതുകൂടി ചെയ്യേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എഴുതുക എന്നതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് ഒരു മിറർ ടെക്നിക്കാണ്. നിങ്ങൾ കണ്ണാടിയുടെ മുൻപിൽ പോയിട്ട് നിൽക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഈ ഒരു 5 അഫർമേഷൻസ് പറയുക. എഴുതിയതിന് ശേഷമാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത്. കണ്ണാടിയുടെ മുൻപിൽ പോയി നിൽക്കുന്നു. നിങ്ങളുടെ പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഒന്നാമതായിട്ട് പറയേണ്ട അഫർമേഷൻ ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാണ്. കിട്ടിയോ? ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് എഴുതിയെടുക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാണ്, ഒന്നാമത്തെ അഫർമേഷൻ. രണ്ടാമതായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? ഞാൻ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ന് ഉപയോഗിക്കുന്നത്? നമ്മൾ കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്ന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് തന്നെയാണ് ലഭിക്കുക. കാരണം കണ്ണാടിയിൽ കാണുന്നത് നമ്മളെ തന്നെയാണ്, അല്ലേ? അപ്പോൾ രണ്ടാമതായിട്ട് അഫർമേഷൻ പറയേണ്ടത് ഞാൻ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമതായിട്ട് നിങ്ങൾ എന്താണ് അഫർമേഷൻ ചെയ്യേണ്ടത്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ്.
ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നു. ദെൻ നാലാമതായിട്ട് നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയേണ്ടത് നിങ്ങൾ സ്നേഹത്തിന് അർഹനാണ് എന്നുള്ളതാണ്. എന്താണ്? നിങ്ങൾ സ്നേഹത്തിന് അർഹനാണ്. കിട്ടിയോ? ഇനി അഞ്ചാമത്തെ അഫർമേഷൻ ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മനസ്സിലായോ? ഈ 5 അഫർമേഷൻസ് ആണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? ഏതൊക്കെയാണ്? ഒന്നാമത്തെ അഫർമേഷൻ ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ അഫർമേഷൻ ഞാൻ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നു. നാലാമത്തെ അഫർമേഷൻ നിങ്ങൾ സ്നേഹത്തിന് അർഹനാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ദെൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഇത്. അപ്പോൾ ആദ്യം പറഞ്ഞ സ്ക്രിപ്റ്റിംഗ് മെത്തേഡും രണ്ടാമത് പറഞ്ഞ ഈ ഒരു മിറർ ടെക്നിക്കും ഒന്നിച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ മിറർ ടെക്നിക്ക് ചെയ്യുക. ഇത് ദിവസത്തിൽ ഒരു നേരം ചെയ്താലും മതി. അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും 2 സമയങ്ങളിലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി ചില പ്രധാനപ്പെട്ട മെസ്സേജുകൾ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. അതിലൊന്നാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാതെ ഒരിക്കലും മറ്റൊരാൾക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളത്. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുക? അപ്പോൾ ആദ്യം നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്ച്വലി എന്താണ് ഈ ചേസ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം? ചേസ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നുള്ളതാണ്. ഒരാളെ പിന്തുടരണമെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അകലണം, അല്ലേ? ഒരു ഓടുന്ന വ്യക്തിയല്ലേ നമുക്ക് പിന്തുടരാൻ കഴിയത്തുള്ളൂ, അല്ലേ? ചേസ് എന്ന് പറയുമ്പോൾ അതാണല്ലോ. അല്ലെങ്കിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ പിന്തുടരുക, ചേസ് ചെയ്യുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എടുക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്നും അകലുന്ന ഒരു വ്യക്തിയെയാണ് ഒരു വ്യക്തിക്ക് ചേസ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ അകലാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും അകലുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളെ തിരിച്ച് ഇങ്ങോട്ട് ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും അകലാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ്. ഇതൊന്നുകൂടി ഞാൻ ക്ലാരിറ്റി വരുത്താം. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് അല്ലെങ്കിൽ വലിയ ഇഷ്യൂ തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരു വ്യക്തി ജീവിതത്തിൽ നിന്നും അകലുന്നു, അല്ലേ? ആ സമയത്ത് മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? ചേസ് ചെയ്യുന്നു. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പൊക്കോ വേണമെങ്കിൽ പോണോ? അത് കുറ്റിയിട്ടോണു, എങ്ങനെ പോവാ? അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നിന്നോ കേട്ടോ. ഇപ്പോൾ പോവാ, അത് കഴിയാറേ. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ആ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നപ്പോൾ ഓപ്പോസിറ്റ് പേഴ്സൺ ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നു, അല്ലേ? അതേസമയം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചും അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുക. അത് മെസ്സേജും ബ്ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ കോളും ബ്ലോക്ക് ചെയ്യുക. ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഒരു പ്രശ്നം അവർ ലോജിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇനി ഈ ഒരു കാരണത്താൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ അവരുടെ ലോജിക്കൽ മൈൻഡ് പറയുന്നത് കൊണ്ടാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അത് കോൾ ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തെ ലൈഫിൽ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇവളെ ഇനി എൻ്റെ ലൈഫിൽ വേണ്ട എന്ന് ലോജിക്കൽ മൈൻഡ് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അതേസമയം നിങ്ങൾ തിരിച്ച് അങ്ങോട്ടും ബ്ലോക്ക് ചെയ്യുകയാണ്, തിരിച്ച് അങ്ങോട്ട് കോളും ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അവർ 2-3 ദിവസം കഴിയുമ്പോൾ അവർ നിങ്ങൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും, കോളോ മെസ്സേജോ ഒക്കെ. അപ്പോൾ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളെ കിട്ടുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു DP കാണുന്നില്ല. ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. പിന്നീട് അവരുടെ ചിന്ത അത് തന്നെയായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ലോജിക്കൽ മൈൻഡിൽ നിന്നും പതിയെ അവർ ഇമോഷണലായിട്ട് മാറും.
ആ ഒരു ഇമോഷണൽ മൈൻഡ് വർക്കൗട്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും എന്തായിരിക്കും എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്, എന്തായിരിക്കും എൻ്റെ കോള് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് എന്ന് അവരിങ്ങനെ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും അകലുകയാണെന്നുള്ള ആ ഒരു തോന്നൽ അവർക്കുണ്ടായി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് എടുത്ത് നോക്കും, അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യും. മേ ബി അവരുടെ ഫോണിൽ നിന്നൊന്ന് വിളിച്ചു നോക്കുന്ന സമയത്ത് അത് ബ്ലോക്കാണ്, കിട്ടുന്നില്ല. അപ്പോൾ അവർ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചു നോക്കും, ആ സമയത്ത് റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെ തന്നെയാണ് അല്ലെങ്കിൽ എന്നെ തന്നെയാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അവർ വീണ്ടും ചേസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും അകലാൻ ശ്രമിക്കുന്ന സമയത്ത് മാത്രമാണ് ഓപ്പോസിറ്റ് പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നത്. ആ സമയത്ത് മാത്രമേ അവരുടെ ആ ഒരു ഇമോഷണൽ മൈൻഡ് വർക്കൗട്ട് ആകത്തുള്ളൂ. നിങ്ങൾ അകലാതെ എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെപ്പോഴും ആ ഒരു ലോജിക്കൽ മൈൻഡിൽ നിന്ന് മാറുകയില്ല. അവർക്കൊരു മാറ്റം വേണം, അവരെ ഒന്ന് ഇമോഷണൽ ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത്. ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങളോട് പറയുന്നത് നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കുക, അവർ നമ്മളെ വിളിച്ചാലോ അല്ലെങ്കിൽ അവർ നമ്മളെ മെസ്സേജ് അയച്ചാലോ നമ്മൾ അറിയുന്നില്ലല്ലോ, അപ്പോൾ എന്താണ് ചെയ്യുക? അവർ ഈ ചേസിങ് മെന്റാലിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നീട് ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. കിട്ടാത്ത എത്ര തവണ ട്രൈ ചെയ്യുന്നു അത്രയും തവണ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവർ പല മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അവർ മേ ബി മറ്റൊരു സിം എടുത്ത് വരെ നിങ്ങളെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചേസ് ചെയ്യുന്ന സമയത്തും നിങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ചേസിങ് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചേസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, അതുപോലെ ഇങ്ങോട്ടും ചേസ് ചെയ്യും. അവർ ചെയ്യുന്ന അതേ ഒരു സെയിം മെത്തേഡ് നിങ്ങളും ഫോളോ ചെയ്താൽ മതി. അപ്പം ഞാൻ പറയുന്നത് ഈ ബ്ലോക്ക് അങ്ങോട്ടും ചെയ്യുമ്പോൾ ഇത് വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. ആദ്യം ഞാൻ പറഞ്ഞ സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. സെൽഫ് ലവ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യില്ല, ഇത് വർക്കൗട്ട് ആവത്തില്ല. നിങ്ങൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരങ്ങോട്ട് പോകത്തേ ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇമോഷണൽ ആവുകയും തീർച്ചയായിട്ടും അവർ നിങ്ങളെ തേടി വരികയും ചെയ്യും. അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് കണ്ടിട്ട്, അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സന്തോഷിക്കാം. ആ ഒരു റിലേഷൻഷിപ്പ് പിന്നീട് ഹീൽ ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് സ്ക്രിപ്റ്റിംഗ് മെത്തേഡും അതുപോലെ തന്നെ മിറർ ടെക്നിക്ക്. ആ മിറർ ടെക്നിക്കിൽ 5 അഫർമേഷൻസും പറഞ്ഞു. ഇത് 21 ദിവസം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നോ കോണ്ടാക്ട് റൂൾ കൂടി അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമസ്തേ.